Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്തേ സജ്ജനങ്ങളെ, അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും ആചാര അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരം മങ്കാട്ടുകടവ് തൈവിള ബ്രഹ്മശ്രീ വിശ്വനാഥക്കുറുപ്പ് സ്മാരക ആത്മവിദ്യാവേദിയിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം 2025 മെയ് 30 മുതൽ ജൂൺ 6 വരെ നടക്കുകയുണ്ടായി. അതിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിൻ്റെ സമർപ്പണ ദിവസത്തിൽ രാവിലെ മുതൽ യജ്ഞശാലയിൽ നടന്ന പാരായണത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും സമർപ്പണ പൂജയുടെയും തുടർന്ന് സമർപ്പണ സഭയിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൻ്റെയും കൂടാതെ മലപ്പുറം ജില്ലയിൽ വണ്ടൂർ ചെറുകോട് ആഞ്ജനേയാശ്രമ മഠാധിപതി രാമാനന്ദനാഥ ചൈതന്യ അവറുകളുടെയും തിരുവനന്തപുരം പൂജപ്പുരയിൽ ഡോക്ടർ കൃഷ്ണൻ നായർ അവറുകളുടെയും പ്രഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് 1ഉം 2ഉം ഭാഗങ്ങളായി തയ്യാറാക്കിയ ഈ വീഡിയോയുടെ 1ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ബ്രഹ്മശ്രീ വിശ്വനാഥക്കുറുപ്പ് സ്മാരക ആത്മവിദ്യാവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിൻ്റെ യജ്ഞയജമാനൻ ശ്രീ വി വിജയകുമാർ സെക്രട്ടറി ആത്മവിദ്യാവേദി അവർകളും യജ്ഞാചാര്യൻ ഊച്ചിറ ശങ്കർജി എന്നറിയപ്പെടുന്ന ശ്രീ വള്ളിക്കുന്നം ശങ്കരപ്പിള്ള അവർകൾ, യജ്ഞഹോതാവ് ശ്രീ കെ ശിവകുമാരൻ നായർ അവർകൾ, യജ്ഞ പൗരാണികർ ശ്രീ വട്ടപ്പാറ സോമശേഖരൻ നായർ അവർകൾ, ശ്രീ ചീരാണിക്കര രാമാനന്ദ സ്വാമി അവർകൾ, ശ്രീ എൽ ശശിധരൻ ഉണ്ണിത്താൻ അവർകൾ എന്നിവരാണ്. ഈ വേദിയിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആത്മാനം പരമാത്മാവായൊരു സ്വധാമത്തെ പ്രാപ്തനായി ശോഭിച്ചു നിന്നിടിനാൻ സ്വയം പ്രഭൻ. ദേവകൾ ഭഗവാന്റെ തേജസ്സു കണ്ടു ദേവവാദ്യങ്ങൾ ദേവാദിജനങ്ങളും കണ്ടു വിസ്മിതരായി ആകാശം ഭേദിച്ചിട്ടു യാനം ചെയ്യുന്ന ശോഭയും ചെയ്തു. ബ്രഹ്മരുദ്രാദി ദേവഗണങ്ങൾ ഭഗവാൻ പിന്നെത്താൻ വേഷം കളയുന്നതും അതുകൊണ്ട് തന്നുള്ളിൽ നടന്നോരു ഹാനിലാഭങ്ങളില്ല. ഇതുപോൽ പരമാത്മാമായ സർഗാദിയാലെ ചിത്താത്മാത്മാവിന് സംബന്ധമില്ലാത്മാവിന് സംബന്ധമില്ലെന്നിലും മാനുഷാദികളായ ജന്തുക്കൾ നമ്മെപ്പോലെ ജനനാദികൾ നാശാദി സമസ്തവും ദ്രുപതിവീരന്മാരും മോഹിച്ച് വീണു. താപത്തോട് ഉണർന്നിരുന്ന് അങ്ങനെ കൃഷ്ണവൃത്തം പറഞ്ഞ് ജ്ഞാതി നാശ ശബ്ദമാസ്ത്രമേറ്റും പരിചോടേറ്റം മോഹചേതസാ വസുദേവൻ ദേവകീ രോഹിണിയും ആദിയായ സമസ്തരും ദുഃഖേന പുറപ്പെട്ട് മൃതരായവർ തന്നെയൊക്കെയും വന്നു കണ്ട് രാമൻ തന്നെ ചിന്തിച്ചിട്ട് അഗ്നി തന്നിൽ ചാടിത്തൻ ദേഹത്യാഗം ഭദ്രരായി ദിവം ഭുക്തയാദവ ബന്ധുക്കൾക്ക് കൃതകർമ്മങ്ങളെയും ചെയ്യിപ്പിച്ചനന്തരം ചേതസ് ചിന്തിപ്പോർക്കു സർവമംഗലം ഫലം. ദ്വാരകനിൽ അബ്ധി പരന്നു വരും മുൻപേ യാദവകുലശേഷമുള്ള നാരികളെയും ബാലന്മാരെയും ഒക്കെ കൊണ്ട് നിൽ പിതാമഹൻ കാലമേ പോന്നിട്ട് ഇന്ദ്രപ്രസ്ഥവും കൊക്കു. പിന്നെ വജ്രൻ രാജാവാക്കി അഭിഷേകവും ചെയ്തു. അർജുനൻ അർക്കിനമാം പുരിയിൽ കൊക്കു. പിന്നെ ഭ്രാതാക്കളോടും കൃഷ്ണനാദി ബന്ധുക്കളന്റെ ഹതി കാരണം കേൾപ്പിൽ
കേൾപ്പിച്ചെല്ലാരും ഒരുമിച്ചു നിന്നുടെ പിതാമഹന്മാരാമാർ അവരേവരുമായി നന്നായി രാജ്യത്തിങ്കൽ അഭിഷേകവും ചെയ്തു. മന്നവാ നിന്നെ വംശോദ്ധരനായി കൽപ്പിച്ചിട്ട് അങ്ങുത്തരമാർഗത്തിന് പ്രസ്ഥാനമതും ചെയ്തിട്ട് ഉത്തമന്മാരാമവർ സാധിച്ച പുരുഷാർത്ഥം. ഇങ്ങനെ ദേവദേവനായിരിക്കുന്ന വിഷ്ണുതന്നുടെ ജന്മകർമ്മലീലകൾ യാതൊരുത്തനാകിയ നരന്മാരും ശ്രദ്ധയാ ശ്രവിക്കുകയും ചേതസി ചിന്തിക്കുകയും ചൊല്ലുകയും ചെയ്യുന്നവർ പാതകം സമസ്തവും മോചിക്കും. അത്രയല്ല, ചേതസ് ശുദ്ധമായി പരമഭക്തി മുക്തി തന്നെയും ലഭിക്കുന്നു. അനിരുദ്ധായ നമഃ. ഓം സംഘർഷണായ നമഃ. അതിൽ ഏറ്റവും പ്രധാനം പറയുന്നത് കലിയുഗ വർണ്ണനയാണ്. ആ കലിയുഗ വർണ്ണന സൂക്ഷ്മമായി നോക്കുമ്പോൾ ഇന്ന് നടക്കുന്ന സംഭവവും അദ്ദേഹം അന്ന് എഴുതിയ ഈ ഗ്രന്ഥത്തിന്റെ പകരത്തിൽ തമ്മിൽ എത്ര അടുപ്പമുണ്ട് എന്ന് ചിന്തിക്കേണ്ടി വരും. എത്രമാത്രം നിഷ്ഠതയുണ്ട് ആ വ്യവസ്ഥകൾ, എത്രമാത്രം സൽഭാവത്തെ ഉദ്ദേശിച്ച് ചെയ്തു. ഇന്ന് ഈ പഠനം മുഴുവൻ നടക്കുകയാണ്. കാരണം എന്ത്? അന്ധതയാലെ മകൾ പത്തിക്ക് തുല്യമാണ്. നാലുകെട്ടും നടുമുറ്റവും ഇല്ലാതെ ആലയങ്ങളെ തീർത്തിയിടും. ആലയങ്ങൾക്കുള്ള കൈകടക്കെ കൊണ്ട് നാടുകളിൽ പ്രതിവാദമായി വരും. ബന്ധുക്കൾ അഗ്നി പോൽ, ഔഷധം സൂക്ഷ്മമാണ്. എത്ര കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അത് മുഴുവനും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വിധത്തിലുള്ള കർമ്മഭാഗത്തെ ആസ്പദപ്പെടുത്തി കുറച്ചെങ്കിലും മനുഷ്യർക്ക് ആധ്യാത്മികമായ ജ്ഞാനമുണ്ടായി അതിൽ കൂടി കർമ്മപരമായ ഭാവം ഉണ്ടാവുന്നതിന് വേണ്ടി നടത്തിയ കർമ്മമാണ്. ആ കർമ്മത്തിന്റെ ഭാഗമാണ് നമ്മളിവിടെ പാരായണം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 12ാമത്തെ സ്കന്ധമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ശിരോഭാഗമാണ്. അപ്പൊ ഇതുവരെ കഴിഞ്ഞതെന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായി മുഖം കഴിഞ്ഞു, ലലാടവും കഴിഞ്ഞു, നെറ്റിത്തടം കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ആകാശതത്വമാണ്. അത് ശിരസാണ്, സഹസ്രാര പത്മം. ആ ഭാഗത്തേക്കാണ് പാരായണം ഇനി പോകുന്നത്. ഇവിടെ വളരെ പ്രധാനമായി ഒരു 12 മണിയോട് അടുത്ത് വരുന്ന സന്ദർഭത്തിൽ ഇതിന്റെ പൂർണ്ണമായിരിക്കും സമർപ്പണമാകും. ഇനി ഇവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്ക് ശാന്തമായി വേദിയിലിരിക്കാവുന്നതാണ്. അവതാരം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇപ്പോൾ ഇവിടെ അർച്ചനയെന്നോ നിറമറയെന്നോ അതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല. ന്യായമായി ഇനിയുള്ളത് മുഴുവനും ശ്രദ്ധാപുരസരമായി. കാര്യം ഭഗവാന്റെ കാലം കഴിഞ്ഞു പോയി, പിന്നെ തീർന്നു എന്നർത്ഥമാണ്. അപ്പൊ അങ്ങനെ ഒരു ധർമ്മമാണുള്ളത്. അത് പ്രത്യേകമായി ഓർമ്മിക്കുന്നു. ആ കർമ്മഭാഗത്തിൽ സംബന്ധിക്കാനുള്ള മുഴുവൻ ആളുകളെ പറ്റി ഭഗവാന്റെ അനുഗ്രഹാശംസകൾക്ക് പാത്രീഭൂതരാകാൻ ഒരിക്കൽ കൂടി ഭക്തജനങ്ങളെ ഭഗവത് നാമധേയത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് 12 സ്കന്ധം പാരായണം സമാരംഭിക്കുന്നു. മായാവിലാസങ്ങളെ കൊണ്ടും മനുഭാരങ്ങളവാനായി അവതരിച്ചുള്ള ഈകളും കേട്ട് മോദേന നന്ദൻ നാരായണൻ തന്നുടെ ബന്ധുക്കൾ യാതൊന്നും ചേർന്ന് ചേർന്നാർത്തിവിടങ്ങാരനെ എന്നതും രാമകൃഷ്ണന്മാർ ശരീരത്ത് യോഗവനത്തെ തെറ്റി പരബ്രഹ്മ യോഗവതം ചേർന്ന വൃത്താന്തം കേട്ട് മന്നവും വിഷ്ണാവൻ ഹൈഭക്തനും നന്നായ കരീങ്കൽ പുരഞ്ജനഞ്ജന്തുരവും മഹാണ്ടാകും പ്രത്യോദനബന്ധം ബാലകന്ധം പിന്നെ എത്രയോ പിന്നീട് തീർത്ഥാടനാദികൾ എന്നിവ മൗനത്തിനായി മുദ്രം വരിപ്പാനും ദേശത്തിനുമായി ധർമ്മങ്ങൾ ഉള്ളോണം ചെയ്തതുള്ളതാറ്റവും ഇങ്ങനെ നമുക്കുലമായി കാന്തരായി ദേഹങ്ങളിൽ കരുദോഷാധ്യം വേഗം ദേഹമേറ്റം സുഖമായി ഭവിച്ചിടും മോഹങ്ങളെ തുല്യമാണ്.
വിദ്യുത്ത് വർദ്ധിക്കും മേഘത്തിലൊക്കെയും വിദ്വത്വം മറയുന്ന നാരായണൻ ഭഗവാൻ വിഷ്ണുജാസുരൻ വരുത്തുന്നു രൂപം കൊണ്ടതെട്ടുകളെ ആദിനാഥൻ എനിക്കുന്ന സത്യോഭയ ജസ്സുക്കളെയും അനേകം നശിപ്പിച്ചു എന്ന നക്ഷത്രം ഒരുമിച്ച് ഋഷികളും വ്യോമനുമില്ല പ്രകാശരായി നിൽപ്പത് കണ്ടിടമാനവർ 15 വർഷം എന്ന് മുനികൾ മഹാശിതന്മാരായി ഇന്ന് പോലും സൂര്യതോമാനങ്ങളെ പിന്നെ വരുന്ന ഹൃദയുഗെ സൃഷ്ടിപ്പാൻ തന്നെ യുഗമായ ദ്വാപരം തന്നെ വിഷ്ണുവാം കൃഷ്ണന്റെ ഭാഗം എപ്പോൾ ദിവം മുക്തി തന്നപ്പോ ഭൂമിയെ തരുന്നത് അപ്പോൾ ജനങ്ങൾ പാവത്തിൽ ലഭിക്കുന്ന നിൽക്കുവാൻ തന്മതം ഭൂമിയെ സ്പർശിക്കുക എപ്പോഴില്ലാതെ ഇരിക്കുന്നത് അത്ര നാൾ മേദിനെല്ലാം കരിയാലെ ആക്രമം ആദിനാഥൻ പരസ്പരം ഭൂമിക്കല്ലെന്ന് വഹിക്കുന്നതെന്ന് ദോഷമെങ്ങുമേ ആക്രമിച്ചിടുകയില്ല സപ്തമിദേവരേപ്പോൾ മകം അവധിഹസിക്കുന്നു ശരീരത്തെ ഞാൻ നയിച്ച് അവർക്ക് നെരുന്നവും നാശമോ വരവും തമ്മിൽ തരുന്ന വർഗങ്ങളും ആനന്ദിക്കില്ല നന്നായി അതിനെ നിന്ദിച്ചു മറ്റൊന്നാരെയും ജന്മകാരണവേദങ്ങളായ മോദേന ദ്രവ്യം പതിപ്പിച്ച് ദ്രവ്യങ്ങൾ മണ്ണിൽ കുഴിച്ചിട്ട് സൂക്ഷിച്ച് ദ്രവ്യനാശം വരുത്തുന്നു ധർമ്മമിന വൃത്തിനായുള്ളവർ തന്നെ സകലർക്കമോ ഉത്തമമെന്ന് പ്രഭുത്വമാക്കും ജനം സ്വാമിയെ ദ്രോഹിക്കും വൃത്തിജനങ്ങളും സ്വാമിതം കാമിന് ഭൃത്യങ്കരായി വരും കേവലം ചിത്തത്തിനാ ശൂന്യമായി വരും ചിത്രവർണ്ണങ്ങളുടെ സങ്കുറയും നാനാധികാര രൂപങ്ങൾ തോന്നും വേദം പൊന്നിൽ പല ഭൂഷണങ്ങൾ പോലെ സൂക്ഷ്മമാത്മനി തോന്നുന്നതൊക്കെയും ആത്മനി ഞാൻ എന്തു ചൊല്ലേണ്ടു മന്നവാ വിശ്വാത്മകൾ തൻ്റെ ചേഷ്ട എന്തേ ചൊല്ലൂ വിശ്വവും ആത്മാവും അന്യമല്ലാത്തതും എത്ര കേൾക്കുന്നത് അങ്ങെത്ര ചിന്തിക്കുന്നു യാതൊന്നു താനെന്നാകിലും ആനന്ദനായി തൂഷ്ണീംഭൂതാത്മകനായി തോന്നാത്തതും ഇന്നതെന്നതും തോന്നാതെ തോന്നും കിനാവിലും ഇല്ലാതെ തോന്നുന്ന തന്നെ സ്വാത്മാവതാകും അവസ്ഥയിൽ അന്യഭാവം പുനരേകവുമെന്തടോ ലക്ഷ്യവും ലക്ഷണമൊന്നും എല്ലാവർക്കും നീ ഓർക്കിലോ സാക്ഷാൽ പരബ്രഹ്മം എന്തു ചൊല്ലൂ പിന്നെ ശ്രീ പരീക്ഷത്തിന്റെ സ്വർഗാരോഹണമാണ്. സർപ്പം കടിച്ചു മരിച്ചാൽ എങ്ങനെയാണ് സ്വർഗം കിട്ടുക? അതുപോലെ തന്നെ മുഖ്യമായ ആയുധങ്ങളേറ്റ് മരിച്ചാൽ സ്വർഗം കിട്ടില്ല. സ്ത്രീകളാൽ വധിക്കപ്പെട്ടാൽ സ്വർഗം കിട്ടില്ല. ഇങ്ങനെയൊക്കെ പല നിയമങ്ങളുമുണ്ട്. ഇവിടെ ഇപ്പോൾ സർപ്പമാണ് പരീക്ഷത്തിനെ ശരിക്കും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്, നടന്നത്. ആ പരീക്ഷത്തിന് സ്വർഗം കിട്ടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആർക്കും ഒരു ഉത്തരവില്ലയോ? പ്രായോപവേശം ചെയ്ത് പരീക്ഷയ്ക്ക് അവിടെ ഇരിക്കുകയാണ് സമ്പത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയുമോ? എന്താ കാരണം? മോക്ഷത്തിന് അധികാരിയാകണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം ചോദിന് കേട്ടെങ്കിലേ മതിയാവും. ഇത് നല്ലപോലെ കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ നമ്മൾ സാധാരണ ഭക്ഷണം ആവശ്യമാണ്. കൂടുതൽ ഭക്ഷണം ചെന്ന് കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കുവാനുള്ള ഇന്ധന പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യായാത്മകമായ ബുദ്ധി പ്രവർത്തിക്കുന്നത് വളരെ ചുരുക്കമായിരിക്കും. ബുദ്ധിയുടെ പ്രവർത്തനം അവിടെ വരില്ല, വന്നിച്ചു പോകും. ആ അങ്ങനെ ഇപ്പോൾ പരീക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമില്ല. അദ്ദേഹം അമൃത പാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമൃത പാവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവകൾ വന്നു. ദേവകൾ വന്നതിന് ശേഷം ശുഗനോട് പറഞ്ഞു, ഈ കഥാതത്വം ഞങ്ങൾക്ക് തരിക, പരീക്ഷത്തിനെ ഞങ്ങൾ രക്ഷിക്കാം, അമൃത കൊടുത്ത് അദ്ദേഹത്തെ രക്ഷിക്കാം. അവർ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? പിള്ളേർക്ക് മുട്ടായി കൊടുത്ത് മോദിപ്പിക്കുന്നത് പോലെ നിങ്ങൾ വന്നിട്ട് പറഞ്ഞാൽ അതിനല്ല ഞാൻ വന്നത്. പരീക്ഷത്തിന്റെ സ്വർഗാരോഹണം പാരായണം സമാരംഭിക്കും.
ആദ്യന്തമില്ലാത്ത നാരായണൻ കഥ നിന്നാൽ എനിക്കുക പാരാതരം ചെയ്തതെന്നെല്ലാം അരുൾ ചെയ്തതെല്ലാം ശ്രമിച്ച് ധ്യാനിക്കുന്നത് ഏറ്റവും അത്ഭുതം അച്യുതാത്മാക്കളായുള്ള സത്തുക്കൾക്കും ആർത്തരായി താവ തത്വങ്ങളാം ഭൂതേഷു യാതൊരു അനുഗ്രഹമായിരിക്കുന്നത് യാതൊന്നതായി വിവിധമായി വാദിതനായി സമസ്ത വൃത്തീന്ദ്രിയം ആശ്രയമായി കൊണ്ട് സൃഷ്ടിച്ചത് ആശ്രയമായ ധ്യാനം കൊണ്ട് ദുരിതാത്മക സംസാരമാനിയെ കിടക്കുന്നത് എന്നിങ്ങനെ ജനമേജൻ തന്നോട് നന്നായി അരുൾ ചെയ്ത് ദേവഗുരുവത പിന്നെ മുനി നാനാവിധയുക്തി മുന്നോട് ഉപദേശിച്ച് കൊണ്ടാണ് വർണ്ണം പരീക്ഷിതം ദക്ഷനാകും മുനി ശ്രീസുഗന്ധാനുമായി സംവാദമായി പലവോളമായി തൽക്കാലം സപ്തങ്ങളെന്ന് മാനസാദ്യായി ഗുണഭർത്തായിട്ട് ആത്മാവിന് ബോധരൂപനായിട്ട് ജനലോകനാശന സ്വരൂപനായി ലോകതാമസ കലാനന തിമിര ജ്ഞാന സത്യ ജഗരഗ്രാസനാണ് സാമവേദാചാര്യന്റെ പിറ്റൽ സുമന്തു ധനിക്കുന്ന സമാഭ്യാസികൾ ആയവനത്തിലെ ഉദീജന്മാരെന്നറിയുന്നു. ലൗകാക്ഷി മാംഗല്യം കുല്യനും കുശീതനും കുക്ഷിയും അവർ പിന്നെ പൗഷ്യം ദിശ്യനായി ശതത്തിൽ ശതമുണ്ടായവന്റെ സംഗതികൾ ഭൂതേന്ദ്രിയാദികൾ ഉണ്ടായാല് സർഗമെന്നത് പറയുന്നത് അതുകൊണ്ട് ഇതുകളുടെ എല്ലാം വാസനാസ്വരൂപത്തിൽ സർഗമെന്ന് പുരാണങ്ങളും പറയുന്നു. ജീവന്മാരായ അച്ഛനാചരമെല്ലാമേ കൂടി മേവുന്നത് വൃത്തിയെന്നതും പറയുന്നു. ജംഗമാജംഗമങ്ങളായിരിക്കുന്ന ഭൂതങ്ങൾ തൻ ശ്രേഷ്ഠ കാമ ഇവയെ ശീക്ഷന്താനും അവതാരത്തെ ചെയ്ത വിഷ്ണു യുഗവർത്തിയായ ദുഷ്ടത നശിപ്പിച്ച് ശിക്ഷയെ പാലിപ്പത് രക്ഷയെ നൽകുമല്ലോ. മനുക്കൾ അന്തരവും മനുവും ദേവഗണം മനുപുത്ര ഇന്ദ്രൻ തന്നെ ഋഷികളെ ഋഷികളെ അതവതാരമിങ്ങനെ അറിവിതോ മോക്ഷം തന്നെയായി മോക്ഷം തന്നെയാ ആത്യന്തിക പ്രളയമെന്നും പിന്നെ ജന്മാതി സംസാരം നശിച്ചു പോകും. ഭഗവാൻ തന്നെ യാതൊരുമായ ഗുണാലേവം സാത്വികവനായി ദ്വൈതികളായ ഒരു മുഖ്യർത്ഥനായി ചിത്തായി ഭവിച്ചിരുന്നീടകമൂലമായി ഇന്ദിരുവടി എന്നെ സംബന്ധിച്ചിരിക്കുന്ന സാത്വികരുത്തരായ നിർമ്മല കുശലന്മാർ ഭജിച്ചിരിക്കാൻ യാതൊരു സേവകന്മാർക്കും ഭജിപ്പാൻ സത്വഗുണം തന്നിലേ പ്രതിബിംബുഷനായി ലോകേദ്വൈതാമൃതനായി വരദഭയനായി ആത്മസൗഖ്യാത്മകനായി ദ്വൈതഹീനനായി മേഘം പുരുഷരൂപനായി യാതൊരു വിശ്വമായി പരദേവതമായി ഹരിയായി ഋഷിയായി ഉത്തമകനായി നരകാരിയായി നാരായണനായി ബ്രഹ്മമായി അസംഗരൂപനായി നിഗമേശ്വരനായി ഹംസരൂപനായി മേവും നിന്ദിർവഴിക്കായി സന്തതം നമസ്കാരം സകലാത്മകമൂർത്തെ സന്താപകരാ സമസ്താത്മക നമോ നമ. തന്മായ കൊണ്ട് ചിലർ സന്മാർഗെ ഭ്രമിക്കുന്നു, തന്മായ കൊണ്ട് ചിലർ ദുർമാർഗെ ഭ്രമിക്കുന്നു. ഒട്ടൊഴിയാതെ സത്തും അസത്തും സതസത്തും വിഷ്ടവാദിയും ഒന്നായി ഗുണമൂർത്തിയുമായിട്ടിരിക്കും ഭഗവാനെ. ഇന്ന് ഈ ദർശനം ആത്മരഹസ്യമാർത്ഥമായി പ്രകാശവുമായിട്ടിരിക്കും. ഇത് രണ്ടും സേവിച്ചും മഹത്തുക്കൾ സ്മരിച്ചും പ്രത്യക്ഷമായി മഹദ്രൂപവുമായിട്ടിരിക്കും. രൂപമാത്മനി ഗൂഢബോധപരമായി മഹാരൂപമാനന്ദമയമായും ഇരിക്കും. ഇവ കമ്പുഗ്രീവവും മഹോ മനോമോഹനവും മഹോരസ്കവും സുന്ദരഭ്രൂ സുനാസിക പങ്കജനേത്രം ഗണ്ഡമണ്ഡലം വീരകുണ്ടല കർണദ്വയഡാടിമോ തങ്ങളുടെ ആശ്രമവും മുനിമാരാശ്രമങ്ങൾ മുന്നുള്ളതും പിന്നെ പരവും വർത്തമാനമോ തന്നെയും വടകതും വടവക്രത്തിൻ മധ്യേ ശൈക്കും ബാലനെ ഇത്യാദി സർവം കണ്ട് ചലിച്ചു ബാലനെ തന്നെ സൂക്ഷിച്ചു
പാരമേഷ്ട്യമാപദം മൗലിയതാകുന്നതോ പരമപുരുഷനായിടുന്ന വിരാട്ടിൻ്റെ സത്വമാം ഗുണമതായിടുന്ന രവ്യാകൃതം ശില്പുമാനിരിപ്പതിനാസനമാകുന്നതും ധർമ്മജ്ഞാനാദി സത്വമാകുന്നു പത്മവും നിർമ്മലാത്മാവാം വിരാട്മയനെന്ന് അറിയണമോ. ഓജസ്സംയുതം ബലം പ്രാണതത്വമാം ഗദാ ആപസ്തത്വമാം ശംഖം തേജസ്തത്വമാം ചക്രം ആകാശതത്വം അത് നാന്തരും വാളും ചർമ്മം ആകുന്നു തമസ് അത് കാലമാകുന്നു വില്ലും കർമ്മം ആവനാഴിയാം ശരങ്ങൾ ഇന്ദ്രിയങ്ങൾ ആഭൂതി ചേരും ശ്രോത്രാദികളാം തന്മാത്രകൾ ആ അഭിവ്യക്തികൾ മുദ്രയാശിസുമായി കൽപ്പിതമോ സൂര്യമണ്ഡലം ക്രിയാമണ്ഡലം ദേവയജ്ഞം ദീക്ഷയായത് പിന്നെ സംസ്കാരം ഭഗവാന്റെ പരിചര്യാത്മാവിൻ ദുരിത വിനാശനം ധർമ്മവും യശസ്സിവയാകുന്നു വെൺചാമരം വെൺകൊറ്റക്കുട ഇതാകുന്നിതോ വൈകുണ്ഠവും തന്നെ പ്രകാശം ഇതാകുന്നിത് അഭയവും. മേഘമുതലായോ ദേവനാരിയാ ആഹാമായവർ ഗായകരം പൗരുഷേയാദിവ്യൂഹം ശുചിമാസത്തിൽ സൂര്യന്തർന്നെന്ന നാമം വസിഷ്ഠൻ മുനി സഹജന്യാദി നർത്തകിയാം രംഭാശുക്രനാം നാദം മതമിത് സകലോത്തമല്ലോ കാലത്തും സന്ധികളും മനുഷ്യൻ വിജയനെ വലിയ മോശക്രമം പോലെ ചിത്രത്തിലോട്ട ദേവതരായി വന്ന് ദേവകൾ പോലെ സർവദിക്കും കൊടുക്കാൻ സന്ദേഹം ശരീരം നമുക്ക് ഒരു 12 പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് പറഞ്ഞു കേൾക്കാം. വാസുദേവായ ഓം നമോ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ പരമാത്മനേ നമഃ. ശ്രീകൃഷ്ണായ പരമാത്മനേ മാധവൻ ഭാര്യമാരുമായുള്ള കളികളും മധുവാണികൾ തന്റെ പ്രണയവാക്യങ്ങളും യാദവ കുലത്തിന്റെ വിസ്താരം മഹത്വവും നേവമെല്ലാം ഏകം സേവിച്ച ദർശനത്തിൽ മോക്ഷം ചൊല്ലും ചൊല്ലിയതിന് മുമ്പേ വൈരാഗ്യഹേതുവായി യാദവ കുലത്തിന്റെ നാശകതുക്കൾ പിന്നെ ആദരവോട് വസുദേവ നാരകവാക്യമതികൾ നവയോധികൾ ഉത്തമത്തിന് ഉത്തരം നവയോഗികൾ ചെന്നവാദം പിന്നീട് ബ്രഹ്മാവാദിദേവകൾ സുവിച്ചതും നന്ദൻ കൃഷ്ണനവരോട് ഉരച്ചതും പിന്നീട് ഭഗവാനും ഉദ്ധവർത്താനുമായി ഒന്നേ ചോദ്യോത്തരം അവരം ഉദ്ധവനും പകൽ പാകം കൂപ്പി ഭഗവതാജ്ഞാരെ ഭഗവത്യാമരാസവും പൂക്കുവിന് സ്വത്തനായി ശവം ചെയ്ത് മുക്തിയെ ലഭിച്ചതുമോ. വാസുദേവായ വാഴിച്ചു വജ്രണ്ടങ്ങേ കത്തിനഭിമുക്ക് ധർമ്മജനോട് കഥയൊക്കെ അറിയിച്ചു നിർമ്മലന്മാരാമവർ ശ്രീ പരീക്ഷിക്കുന്ന എന്നെല്ലാം ഏകാദശി ഭാർഗവകുല മുനിപുങ്കവാ ധരിച്ചുകൊണ്ടും പിന്നെയും വേദക്രമ ശിക്ഷക്രമം ഉത്തമ പുരാണങ്ങൾ പാഹത്തിൽ 55,000 ശ്രീ വൈഷ്ണവം കൽപ്പിതം 23 അതേ സഹസ്രവും 18,000 ഇത്തരം 4 ലക്ഷമാകുന്ന എല്ലാം കൂടി